അവയവക്കടത്ത് കേസിൽ അവയവദാതാവ് ഷമീറിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. അവയവദാതാക്കളിൽ ഏക മലയാളിയാണ് പാലക്കാട് സ്വദേശിയായ ഷമീർ. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഉമേഷ്, അതായത് ഇയാൾ ഏക മലയാളിയാണ്, ഈ ഒരു സംഘത്തിലെ ഏക മലയാളിയാണ്, അവയവദാതാക്കളിലെ ഏക മലയാളിയാണ്. ഇയാൾ കുറേ ദിവസമായി ഒളിവിലും മറ്റുമായിരുന്നു. ഇപ്പോൾ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? അഞ്ജന, ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം പിടിയിലായ സാബിത്തിനെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ ഈ സംഘത്തിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് സൂചന പോലീസിന് ലഭിച്ചിരുന്നു. ഇതിൽ മുഖ്യ കണ്ണികളായി പ്രവർത്തിച്ച മധു, സജിത് ശ്യാം, ഈ ഹൈദരാബാദ് സ്വദേശി അടക്കമുള്ളവരെ കുറിച്ച് വിവരം ലഭിച്ചിരുന്നു. ഇതിൽ ഇരകളാക്കപ്പെട്ടവർ 20 പേരുണ്ട്. അതിൽ ഭൂരിഭാഗം പേരും ഇതര സംസ്ഥാനക്കാരാണ്. ഒരാൾ മാത്രമാണ് മലയാളി. അത് പാലക്കാട്ടുകാരനായ ഷമീറാണ് എന്നുള്ള വിവരവും അന്ന് പോലീസിന് ലഭിച്ചിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ ഷമീറിനെ തേടി പോലീസ് പോയിരുന്നെങ്കിലും ഷമീറിനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. ഷമീർ വീട്ടിൽ നിന്ന് പോയിട്ട് തന്നെ കുറെ നാളുകളായി എന്നുള്ള വിവരം മാത്രമാണ് ലഭിച്ചത്. അതിനുശേഷം പോലീസ് വ്യാപകമായി ഇയാൾ എവിടെയാണ് എന്ന് സംബന്ധിച്ച് അന്വേഷണം നടത്തി. അതിനൊടുവിലാണ് ഇയാൾ തമിഴ്നാട് അതിർത്തിയിൽ, അതായത് പാലക്കാട് തമിഴ്നാട് അതിർത്തിയിൽ എവിടെയോ ഉണ്ട് എന്നുള്ള കാര്യം പോലീസിന് വിവരം ലഭിച്ചത്. ഒപ്പം ഇയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കാരണം ഏറ്റവും ഒടുവിൽ ഈ അവയവം ദാനം ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് ഇറാനിൽ ചെന്ന് ശസ്ത്രക്രിയ നടത്തിയ ഒരാളാണ് ഷമീർ. അതുകൊണ്ട് തന്നെ ഇയാൾ വേറെ ദൂരെ ദിക്കിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണെന്ന് പോലീസ് മനസ്സിലാക്കിയിരുന്നു. പിന്നീട് ഷമീർ എവിടെയാണ് എന്നുള്ളതും പോലീസ് തിരിച്ചറിഞ്ഞു. ഇയാളുടെ ആരോഗ്യം സാധാരണ നിലയിലായതിനു ശേഷമാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ആലുവയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഈ കേസിൽ ഇയാൾ പ്രതിയല്ല എന്നുള്ളത് പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഇയാളെ ഒരിക്കലും പ്രതിയാക്കില്ല. പക്ഷേ പ്രധാനപ്പെട്ട മുഖ്യ സാക്ഷിയാണ് ഇയാൾ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എങ്ങനെയാണ് ഇയാളെ ഇതിലേക്ക് ആകർഷിച്ചത്, എത്ര തുക ഇയാൾക്ക് ഇതിന് പ്രതിഫലമായി ലഭിച്ചു, ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട്, ഇവരുമായി ഏത് തരത്തിലാണ് പരിചയപ്പെടുന്നത് തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പോലീസിന് ഇയാളിൽ നിന്ന് ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ നിലയിൽ ഇയാളെ വിശദമായി അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണിപ്പോൾ. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അവയവദാതാക്കളിൽ ഒരാളായ ഷമീറിനെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുന്നു. സ്വാഭാവികമായും ഇയാൾ ഈ കേസിലെ പ്രതിയല്ല, പക്ഷേ പ്രധാന സാക്ഷി തന്നെയാണ്. ഇറാൻ കേന്ദ്രീകരിച്ച് നടത്തിയ അവയവക്കടത്തിലെ മുഖ്യ കണ്ണികളെ പറ്റി കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങളാണോ പുറത്തു വരാനുള്ളത് അതെല്ലാം ഇയാളിൽ നിന്ന് ലഭ്യമാകുമെന്ന് തന്നെയാണ് പോലീസും വിചാരിക്കുന്നത്.